കൂടി തൃശ്ശൂരിലേക്ക് പോവുകയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയതിന്റെ ഏറ്റവും ഉദാഹരണമായി മാറിയിരിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂരിലെ കാഴ്ചയാണ്. ഇന്നലെ പെയ്ത ഒറ്റ മഴയിൽ നഗരം മുഴുവൻ മുങ്ങി. ആശുപത്രിയിലും വീടുകളിലുമൊക്കെ വെള്ളം കയറിയത് മനുഷ്യനിർമ്മിത വെള്ളക്കെട്ട് മൂലമാണ്. ജെയ്സൺ ചാമോളപ്പിൽ ഒരിക്കൽ കൂടി നമുക്കൊപ്പം എത്തുന്നു. ജെയ്സൺ, നേരത്തെ നമ്മൾ ഒരു വീട്ടിലെ കാഴ്ച കണ്ടു, വീടിന് പുറത്തെ കാഴ്ച കണ്ടു. ഇപ്പോൾ ജെയ്സൺ നിൽക്കുന്ന ഇടത്തെ അവസ്ഥ എന്താണ്? സുജിയ, നമ്മളിവിടെ ഓരോ വീടുകളും കയറുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കണ്ണ് നനയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഓരോ വീടിനകത്ത്. വളരെ പാവപ്പെട്ട കുടുംബങ്ങൾ, അവരുടെ വീടുകളിലേക്ക് ഒരു രാത്രി ഇരച്ചെത്തുന്ന വെള്ളം, ആ വെള്ളം ആ വീട്ടിലുണ്ടാക്കുന്ന പ്രതിസന്ധികൾ. ചേച്ചി ഒന്നും കൂടി വരൂ, എന്തായിരുന്നു ഇന്നലെ എന്താ ഇവിടെ സംഭവിച്ചത് വീട്ടില്? ഇന്നലെ ഇതേ സമയത്ത് തൊട്ട് മഴ തുടങ്ങി. പിന്നെ എന്നിട്ട് ഒരു 7 മണി തുടങ്ങിയപ്പോൾ തൊട്ട് വെള്ളം കയറ്റം. ആള് എന്താ പറയാ, എന്റെ ആൾക്ക് വയസ്സായ ആള്, വയ്യാതിരിക്കുന്ന ആളുണ്ടല്ലോ, ഹസ്ബൻഡാണ്. ആളെ നോക്കും വേണം, ആളെ പിടിക്കും വേണം. വെള്ളം ഓടിക്കേറി എന്താ ചെയ്ത, ആളെ പിടിക്കുമ്പോഴേക്കും കിടക്കും കെട്ടിലൊക്കെ നാശമായി, ഒക്കെ നനഞ്ഞു കഴിഞ്ഞു. ഇതിന് ഞാൻ ഒരു കൈ കൊണ്ട് ചേട്ടനെ പിടിച്ചിട്ട് ഇതിനെ അങ്ങോട്ട് തട്ടിയിട്ട് ഇവിടെ ബക്കറ്റുകളും വെള്ളം അരികളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിലേക്ക് ഒക്കെ നനഞ്ഞു. എല്ലാം നാശമായി. ഫ്രിഡ്ജും കാലിങ്ങനെ കിടന്ന് വിറയ്ക്കും. ആളെ പിടിച്ച് എനിപ്പിച്ചിരുത്തണം, വെള്ളത്തിലിരുത്തി, അല്ലാണ്ട് രക്ഷയില്ല. ആ മേശയുടെ ഒരു കാല് ഇങ്ങനെ വളഞ്ഞ് അതും പിടിക്കാൻ പറ്റിയില്ല. ഒക്കെ സഹായിക്കാൻ വരാൻ പറ്റില്ല, എല്ലായിടത്തും വെള്ളമായിരുന്നല്ലോ. എല്ലായിടത്തും വെള്ളം. നമുക്ക് ഒരാളെ സഹായില്ലാണ്ട് ആളെ പിടിച്ചിരുത്തിയിട്ട് ഒരാൾ പിടിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഓടി നടന്നൊക്കെ വേഗം ശരിയാക്കാം. എത്ര നാളായിട്ടും അകത്തേക്ക് അങ്ങനെ അധികം വലിയ മഴയുള്ള സമയത്തൊക്കെയാണ് അന്നൊക്കെ കഴിഞ്ഞ 2-3 വർഷം മുന്നൊക്കെ കയറിയത്, പിന്നെ കയറാറില്ല. ഇന്നലെ രാത്രി ഇവിടെ ഈ വക്കത്ത് വരെ എത്തുള്ളൂ. അതായിരുന്നു. പക്ഷെ ഇന്നലെ ഇതൊക്കെ എന്താ പറയാ, നമുക്ക് ഒരു സഹായം എന്ന് പറഞ്ഞാൽ മഴ അധികം ഒതുങ്ങി നിൽക്കുക എന്ന് പറയാൻ നമുക്കൊരു ഇത് വേണ്ടേ, അതുവരെ പറയാൻ പറ്റാത്ത അവസ്ഥയായി. സുജിയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജെയ്സൺ, രാവിലെ നമ്മൾ MLA-യോടും ഒക്കെ സംസാരിച്ചതാണ്. അവരെന്താണ് പറയുന്നത്? ഈ കുടുംബങ്ങൾക്കൊക്കെ ഇതുപോലെ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഓടുക, അല്ലെങ്കിൽ സാധനങ്ങൾ മാറ്റുക, പ്രായമായ രോഗികളെയൊക്കെ കൊണ്ട് പോവുക, അതൊക്കെ ഈ രാത്രിയിലും അവർ ആവർത്തിക്കണമെന്നാണോ? പി ബാലചന്ദ്രൻ MLA ഒക്കെ രാവിലെ കുറെ ഉറപ്പുകൾ പറയുന്നുണ്ടായിരുന്നു, കളക്ടറൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവരെന്താണ് ഇക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്? ഒരാളും വന്നിട്ടില്ല. ഇവിടെ ഇപ്പൊ മോനാണ് ഇപ്പൊ രണ്ടാമത്തവനാ. അവൻ പാസ് എടുത്ത് കൊണ്ടുപോയി എന്തോ എഴുതാനും കുടിക്കാൻ പേരൊക്കെ ഇതാക്കി കൊണ്ടുപോയി എന്നുള്ളൂ, അല്ലാണ്ട് ഒരു രക്ഷയില്ല. ഇവിടെ മൂത്ത മോനും മരിയോളുണ്ടായിരുന്നു, അധികാരികൾ ആരും വന്നില്ല. മൂത്ത മോനും മരിയോളും ഞങ്ങളൊക്കെ കൂടി ഒരുമിച്ച് സഹായിച്ചു ഉള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ ജെയ്സൺ, ഈ വിഷയത്തിൽ നമുക്ക് ഈ വിഷയം ഒന്ന് ഏറ്റെടുക്കണം. പി ബാലചന്ദ്രൻ MLA രാവിലെ നൽകിയ ഉറപ്പുകൾ, അത് അദ്ദേഹം ഇതുവരെ ആ ഭാഗത്തേക്ക് എത്തിയിട്ട് പോലുമില്ല എന്നത് നമുക്ക് അവിടെ എത്തുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകണം. ഈ വിഷയം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഇനിയൊരു രാത്രി കൂടി ഇതുപോലെ തള്ളി നീക്കേണ്ടവരല്ല അവിടുത്തുകാർ എന്നുള്ളത് ബഹുമാനപ്പെട്ട MLA-യും അധികൃതരും ഒക്കെ ഓർക്കണം.